മാഷെ നമസ്കാരം. നമസ്കാരം. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ അവഹേളിച്ചു സോണിയാഗാന്ധി എന്നാണ് BJP പറയുന്നത്. പ്രസംഗം നടത്തുന്നതിനിടയിൽ രാഷ്ട്രപതി തളർന്നു പോയിരിക്കുന്നു എന്നാണ് സോണിയാഗാന്ധി പറഞ്ഞത്. ഇതൊക്കെ ഇപ്പോൾ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. അങ്ങനെ അല്ല അമ്മ ഉദ്ദേശിച്ചത്, അമ്മയ്ക്ക് 78 വയസ്സായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രിയപുത്രി പ്രിയങ്ക രംഗത്തെത്തുന്നുണ്ട്. പക്ഷെ ന്യായീകരണമൊന്നും BJP ചെവിക്കൊള്ളുന്നില്ല എന്നുള്ളതാണ്. ഒരേ സ്ഥലത്തിൽ എല്ലാവരും ചോദിക്കുന്നു, സോണിയാഗാന്ധി ജയിലിലേക്കാണോ എന്ന്. സോണിയയുടെ ഒരു രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു പിറ്റ്ഫാളായിട്ടാണ് ഞാനതിനെ കണക്കാക്കുന്നത്. കാരണം ഇതുവരെ നമ്മൾ സോണിയാഗാന്ധിയുടെ ഒരു പൊളിറ്റിക്കൽ അഫെയർ പരിശോധിച്ചാൽ അവയൊക്കെ വളരെ ഡീസൻ്റായിട്ടുള്ള ഡീലിങ്സിൻ്റെ ഒരു തലത്തിലാണ് നിന്നിരുന്നത്. ശത്രുക്കളൊക്കെ അവരെ ഇറ്റലിക്കാരിയെന്നും മദാമയെന്നൊക്കെ ആക്ഷേപിക്കുന്ന സമയത്ത് പോലും അവർ കൃത്യമായിട്ട് ഇന്ത്യയുടെ സംസ്കാരത്തെ ഉൾക്കൊണ്ടുകൊണ്ടും ഇന്ത്യയുടെ രാഷ്ട്രീയത്തെ ഉൾക്കൊണ്ടുകൊണ്ടും വളരെ പ്രൗഢമായിട്ടുള്ള നിലയിലാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ എന്തായാലും ഇന്ന് അവർക്കവിടെ തെറ്റി എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതൊരു വീഴ്ച തന്നെയാണ്. ദ പ്യുവർ തിങ് എന്ന് പറയുമ്പോൾ വളരെ ഗൗരവമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതെങ്ങനെ വേണമെങ്കിലും വളച്ചൊടിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്ന ഒരു ദീർഘവീക്ഷണമോ അല്ലെങ്കിൽ മുൻകാഴ്ചയോ സോണിക്ക് ഉണ്ടാവേണ്ടതായിരുന്നു. കാരണം ഇത് സ്വാഭാവികമായിട്ടും ഏത് സർക്കാരിൻ്റെയും നയപ്രഖ്യാപനത്തിന് സമമായിട്ടുള്ള ഒരു പ്രസംഗമാണ് ശരിക്കും പറഞ്ഞത്. കാരണം രാജ്യസഭയും ലോകസഭയും ഒരുമിച്ച് ചേർന്ന് അതിനെ പൊതുവിൽ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് പാർലമെൻറ്റ് സമ്മേളനങ്ങൾ സാധാരണ ആരംഭിക്കുക. അപ്പോൾ ആ സമയത്ത് യഥാർത്ഥത്തിൽ രാഷ്ട്രപതിയുടെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് സർക്കാരിൻ്റെ നയങ്ങൾ അങ്ങനെ തന്നെ അവതരിപ്പിക്കുക എന്നുള്ളതാണ്. സർക്കാർ ചെയ്തിരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളുടെ ഒരു പ്രസൻറ്റേഷനാണ് അവർ നടത്തുന്നത്. അതൊരു രാഷ്ട്രീയ പ്രസൻറ്റേഷൻ തന്നെയാണ്. അപ്പോൾ അവിടെ നമ്മളതിനെ രാഷ്ട്രീയമായിട്ട് തന്നെ കാണുകയും അതുപോലെ അതിനോട് പ്രതികരിക്കുകയും ചെയ്യേണ്ടതാണ്. അതിന് പകരമായിട്ട് ഇവിടെ അത് വ്യക്തിപരമായ ഒരു രീതിയിലേക്ക് വളച്ചൊടിക്കാൻ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള രീതിയിലേക്ക് ട്വിസ്റ്റ് ചെയ്യാൻ സാധ്യതയുള്ള രീതിയിലേക്കുള്ളൊരു വാക്ക് എറിഞ്ഞിട്ട് കൊടുത്തത് സോണിയാഗാന്ധിയാണ്. അല്ലാണ്ട് BJP അല്ല ആ വാക്ക് നിർമ്മിച്ചത്. ആ വാക്ക് പ്രയോഗിച്ചും BJP അല്ല. അപ്പോൾ ആരാണത് പ്രയോഗിക്കുന്നത് അതിൻ്റെ ഉത്തരവാദിത്തം, റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കുന്ന ആളുകൾക്ക് തന്നെ. സ്വാഭാവികമായിട്ട് ഇവിടെ സോണിയാഗാന്ധിയാണ് അത് ഉപയോഗിച്ചിരിക്കുന്നത്. സോണിയാഗാന്ധിക്ക് ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടി വരും. ഇപ്പോൾ BJP പറയും ഇത് എന്താണ് രാഷ്ട്രപതി, മറ്റേത് രാഷ്ട്രപതി ആയിരുന്നെങ്കിലും സോണിയ ഇതുമാതിരി പറയുമായിരുന്നു എന്നായിരിക്കും ചോദ്യം വരുന്നത്. അല്ല, ഇത് ഈ എന്താണ് ഒരു ആദിവാസി ഗോത്രത്തിൽ നിന്ന് വന്നിരിക്കുന്നതായിട്ടുള്ളൊരു വ്യക്തി രാഷ്ട്രപതിയായി ഇരിക്കുമ്പോൾ അവരെ എന്താണ് ആക്ഷേപിക്കുന്നത് വംശീയ ആക്ഷേപമായിട്ട് വരെയും വ്യാഖ്യാനിക്കപ്പെടും. വലിയ അപകടമാണ് അങ്ങനെ വംശീയ ആക്ഷേപമായിട്ടത് വ്യാഖ്യാനിക്കപ്പെട്ടാൽ. അങ്ങനെ വ്യാഖ്യാനിക്കപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കാനുമൊക്കെ BJP കേസെടുത്താൽ എന്ത് ചെയ്യും? ഇതങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ അങ്ങനെ അല്ല എന്ന് തെളിയിക്കാനായിട്ട് ഉള്ള സമയം കോടതിയിൽ ചെലവഴിക്കേണ്ടി വരും, അല്ലെങ്കിൽ കോടതിയിലായിരിക്കും അത് തീരുമാനിക്കപ്പെടുന്നത്. ഇപ്പോൾ കേസെടുക്കണോ വേണ്ടെന്ന് തീരുമാനിക്കുന്ന ആരായിരിക്കും? BJP ആയിരിക്കും. BJPയുടെ കയ്യിലാണ് എല്ലാ സാധ്യതകളും ഇരിക്കുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും ഒരു യുദ്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് വളരെ ശ്രദ്ധിച്ച് മാത്രമേ നമ്മുടെ സ്ട്രാറ്റജി മുന്നോട്ട് വെക്കാനായിട്ട് പറ്റുള്ളൂ. നമുക്ക് പരിക്കില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോകാൻ അവിടെ സോണിയാഗാന്ധിക്ക് വീഴ്ച പറ്റിയിരിക്കുന്നു എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ പറയുന്നത് സോണിയാഗാന്ധി നടത്തിയ പരാമർശം കോൺഗ്രസിൻ്റെ വരേണ്യ സ്വഭാവം തുറന്നു കാട്ടുന്നത്, അതായത് ദ്രൗപദി മുർമുവിൻ്റെ ഒരു സമുദായത്തെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പരാമർശമാണ്, അല്ലെങ്കിൽ അത്തരത്തിലൊരു എന്താ പറയുക നിലപാടാണ് ഇപ്പോൾ BJP സ്വീകരിച്ചിരിക്കുന്നത്. അതിനെതിരെ സോണിയാഗാന്ധി മാപ്പ് പറയണം, അല്ലെങ്കിൽ കർശന നടപടികളുമായി നിലപാടുമായി ഞങ്ങൾ മുന്നോട്ട് പോകുമെന്നുള്ള ഒരു താക്കീത് കൂടി BJP നൽകുന്നുണ്ട്. യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ളൊരു വരേണ്യ സ്വഭാവം മുർമുവിനെ കണ്ടപ്പോൾ, നമ്മുടെ രാഷ്ട്രപതിയെ കണ്ടപ്പോൾ സോണിയയ്ക്ക് തോന്നിയോ? അല്ല, ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ല. ഒരാൾ ആദിവാസി ഗോത്രത്തിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു വ്യക്തി അവർ രാഷ്ട്രപതിയായി ഇരിക്കുന്നു. അപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ നേതൃസ്വഭാവം പുലർത്തുന്നതായിട്ടുള്ള സോണിയാഗാന്ധി അവരോട് സംസാരിക്കുന്നു, അവരുടെ പ്രസംഗത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എന്താണ്? അപ്പുറത്തിരിക്കുന്നത് ഒരു ആദിവാസ ഗോത്രത്തിൽ നിന്നിരിക്കുന്ന ഒരാളാണ് എന്ന ധാരണയോടുകൂടി തന്നെ സംസാരിക്കണം. അങ്ങനെ സംസാരിച്ചില്ലെങ്കിൽ സാധാരണ രീതിയിൽ അപ്പുറത്ത് നിൽക്കുന്നത് ഒരു പൊളിറ്റിക്കൽ കോമ്പിറ്റൻ്റ് ആണ് എന്ന് കരുതി സംസാരിച്ചാൽ തന്നെ അപകടമാണ്. കാരണം അതിങ്ങനെ ട്വിസ്റ്റ് ചെയ്യപ്പെടും. കാരണം നിങ്ങൾ എന്തുകൊണ്ടെങ്ങനെ സംസാരിച്ചു എന്ന് ചോദിച്ചാൽ
രാഷ്ട്രീയ ശത്രുതയുടെ പേരിലല്ല നിങ്ങൾ സംസാരിച്ചിരിക്കുന്നത്. നിങ്ങൾ വംശഹത്യ നടത്താനായിട്ട് തീരുമാനിച്ചിരിക്കുന്നതിൻ്റെ പേരിൽ വംശീയ വിദ്വേഷം പ്രകടിപ്പിക്കുന്ന രീതിയിൽ സംസാരിച്ചിരിക്കുകയാണ് എന്ന് വ്യാഖ്യാനിക്കപ്പെടും. അത് മനസ്സിലാക്കിയിട്ട് മാത്രമേ സോണിയാഗാന്ധി സംസാരിക്കാൻ പാടുള്ളായിരുന്നു. ഇനി അതിനുവേണ്ടി ന്യായീകരണത്തിന് നടത്തിയിട്ട് കാര്യമില്ല. കാരണം അപ്പുറത്ത് നിൽക്കുന്നത് ആരാണ്? ദ്രൗപദി മുർമു തന്നെയാണ് നിൽക്കുന്നത്. അവർ തീർച്ചയായിട്ടും ആദിവാസിയാണ്. നിങ്ങൾ ആദിവാസിയെ ആക്ഷേപിച്ചിരിക്കുന്നു എന്നാണ് സോണിയക്കെതിരെ ആക്ഷേപം ഉയരുന്നത്. അതിങ്ങനെ ഉയർന്നുകൊണ്ടേയിരിക്കും. കോടതികളിലത് അങ്ങനെ നിലനിൽക്കുമെന്ന് ചോദിച്ചാൽ നിലനിൽക്കാനുള്ള സാധ്യതയില്ല. പക്ഷേ കോടതിയൊന്നുമല്ലല്ലോ ഇതിനകത്ത് പ്രശ്നം. 10 ദിവസമാണെങ്കിൽ പോലും 10 ദിവസം സോണിയാഗാന്ധിക്കെതിരെ ശക്തമായിട്ടുള്ള പ്രചരണം നടത്താനായിട്ട് ഇത് BJP ഉപയോഗിക്കുകയും BJP അണികളത് ഏറ്റെടുക്കുകയും അത് ഇന്ത്യയിലെമ്പാടും പരത്തുകയും ചെയ്യും. ഒരു തർക്കം ഇക്കാര്യത്തിലില്ല. അതിനെ പ്രതിരോധിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. കാരണം അപ്പുറത്ത് നിൽക്കുന്നത് ദ്രൗപദിയാണ് എന്നുള്ളത് തന്നെയാണ് പ്രശ്നം. മറ്റൊരു രാഷ്ട്രപതി ആയിരുന്നെങ്കിൽ, മറ്റേതെങ്കിലും ജനവിഭാഗത്തിൽ നിന്ന് വന്ന ഒരാളായിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നത്തിനുള്ള സാധ്യത കുറവാണ്. ഉപയോഗിക്കപ്പെട്ടിരിക്കുന്ന വാക്കെന്ന് പറഞ്ഞാൽ പുവർ തിങ് എന്ന് മാത്രമേ ഉള്ളൂ. എന്നുവെച്ചാൽ ഇത് അവതരിപ്പിച്ച് എന്നുവെച്ചാൽ ഗവൺമെൻറ്റിൻ്റെ എല്ലാവിധമായിട്ടുള്ള നല്ല കാര്യങ്ങളും അത് മാത്രം പറഞ്ഞ് രാഷ്ട്രപതി തളർന്നുപോയി എന്നാണ് അവരുദ്ദേശിച്ചിരിക്കുന്നത്. ശരിയാണ്. പക്ഷേ അതിങ്ങനെ വ്യാഖ്യാനിക്കപ്പെടും. അത് മനസ്സിലാക്കിയിട്ടായിരിക്കണം ഒരു രാഷ്ട്രീയ നേതൃത്വം എപ്പോഴും ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുകയും സംസാരിക്കുകയും ചെയ്യേണ്ടത്. രാഷ്ട്രീയം ഒരു വലിയ പ്രശ്നമാണ്. അതെപ്പോഴും ഒരു സാധ്യതയുടെ കല എന്ന് പറയുന്നതാണ്. എന്തെല്ലാം സാധ്യതകൾ മുന്നിലുണ്ടോ അതിനെ വളരെ ആർട്ട്ഫുള്ളായിട്ട് യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. BJP വളരെ മനോഹരമായിട്ട് അത് സോണിയക്കെതിരെ ഉപയോഗിക്കുന്നു. ഒന്ന് സോണിയ ഇറ്റലിക്കാരി, മതം ഇന്ത്യക്കാരി പോലും അല്ല. അപ്പോൾ അതുകൊണ്ട് അവർക്കെതിരെ എന്തും വിളിച്ചു പറയാം. കാരണം ഇവിടെ നമ്മളെപ്പോഴും ഒരു നാഷണലിസ്റ്റ് പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെ പ്രതിരോധിക്കൽ വളരെ ബുദ്ധിമുട്ടായിത്തീരും. അപ്പോൾ ഇവർ വളരെ ശ്രദ്ധിച്ച് വാക്കുകൾ ഉപയോഗിക്കേണ്ടതായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ പലപ്പോഴും കോൺഗ്രസിൻ്റെ വാക്കുകൾ കോൺഗ്രസിന് തന്നെ തിരിച്ചടിക്കുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് രാഹുൽ ഗാന്ധി രാജ്യത്ത് നിന്നുകൊണ്ട് രാജ്യത്തിനെതിരെ പ്രവർത്തിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യണമെന്നുള്ള അദ്ദേഹം അത് എന്തുദ്ദേശിച്ചാണ് പറഞ്ഞതെന്ന് ഇപ്പോഴും വ്യക്തമല്ല. അതിനെതിരെ കേസൊക്കെ കോടതിയിൽ കൊടുത്തിട്ടുണ്ട് BJP എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്തരത്തിൽ ചില വാക്കുകൾ ഇപ്പോൾ ദ്രൗപദി മുർമുവിനെ പോലുള്ള ആദിവാസി വിഭാഗത്തിൽ നിന്ന് വന്ന് ഒരുപാട് മേഖലകളിൽ പ്രവർത്തിച്ച് കഴിവ് തെളിയിച്ച് എന്താ പറയുക ആദിവാസി സമൂഹത്തെ ഒന്നാകെ അവർക്ക് ഊർജ്ജം നൽകിക്കൊണ്ട് ലക്ഷ്യബോധം നൽകിക്കൊണ്ട് ഞങ്ങൾക്ക് ഇടയിൽ നിന്ന് വന്ന ഒരാളാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് ഒരുപാട് മാറ്റങ്ങൾ ആ മേഖലയിൽ വരുത്താൻ നമ്മുടെ രാഷ്ട്രപതിയെ കൊണ്ട് കഴിയും. അവരുടെ ജീവിത ചിത്രം അല്ലെങ്കിൽ ജീവിത വഴികൾ എടുത്ത് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാകും എന്നുള്ളതാണ്. അപ്പോൾ അത്തരം ഒരു രാഷ്ട്രപതിയെ ഇത്തരത്തിൽ നിങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികളൊക്കെ പറഞ്ഞ് ക്ഷീണിച്ചു പോയി എന്ന് പറയുന്നത് മൊത്തം അവിടെ ഇരുന്ന ആളുകൾക്കിടയിൽ രാഷ്ട്രപതിയെ ചെറുതായിട്ടെങ്കിലും അതൊന്ന് നാണം കെടുത്തുന്ന തരത്തിലേക്കല്ലേ എത്തുന്നത്? അല്ല, ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു പൊളിറ്റിക്കൽ റിസൾട്ട് എന്ന് പറയുന്നത് കോൺഗ്രസ്സിനെതിരെ അതിശക്തമായിട്ട് ആദിവാസി വിഭാഗങ്ങൾക്കിടയിലും ദളിത് വിഭാഗങ്ങൾക്കിടയിലും പ്രചരണം നടത്താനായിട്ട് ഇത് ഉപയോഗിക്കപ്പെടും എന്നുള്ളതാണ്. എന്നുവെച്ചാൽ കോൺഗ്രസ് എന്ന് പറയുന്നത് ദളിത് വിരുദ്ധരാണെന്നും ആദിവാസി വിരുദ്ധരാണെന്നും ആദിവാസികളുടെ അടുത്ത് എന്ന് പറയും. അതിനുദാഹരണമായിട്ടാണ് ആദിവാസികളുടെ ഇടയിൽ നിന്ന് വന്ന ഏറ്റവും മികച്ച ഒരു താരമാണ് ശരിക്കും പറഞ്ഞാൽ ദ്രൗപദി. ആ ദ്രൗപദിയെ ആക്ഷേപിക്കാനായിട്ടാണ് സോണിയ ശ്രമിച്ചത് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും കോൺഗ്രസ് വലിയ രാഷ്ട്രീയ തിരിച്ചടിയായിരിക്കും. അതങ്ങനെ ഉപയോഗിക്കപ്പെടും. അതാണ് പ്രശ്നം. രാഷ്ട്രീയം അങ്ങനെയാണ്. അതുപോലെ തന്നെയാണ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം ഉപയോഗിച്ച വാക്കെന്ന് പറയുന്നത്. നിങ്ങൾ രാഷ്ട്രത്തിനെതിരെ യുദ്ധം ചെയ്യും. അങ്ങനെ പ്രയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ഉള്ള ഒരു വാക്കും ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പാടില്ല, ഈ രാഷ്ട്രീയ നേതാക്കൾ പ്രയോഗിക്കാൻ പാടില്ല. ഇവർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇവർ ശ്രദ്ധിക്കേണ്ടവർ ഇവരുടെ തൊഴിലെന്താണ്? ഇവർ പൊളിറ്റീഷ്യൻസാണ്, ഇവർ രാഷ്ട്രീയക്കാരാണ്. ഇപ്പോൾ രാഷ്ട്രീയത്തിൽ എന്ത് വാക്ക് ഉപയോഗിച്ചാൽ എന്തെല്ലാം റിസൾട്ടുകൾ ഉണ്ടാകാം എന്ന് മനസ്സിലാക്കിയിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് വെറുതെ ഇരുന്ന് വർത്തമാനം പറയാം. അതിലെന്ത് കുഴപ്പങ്ങൾ പറ്റിയാലും അതിനൊരു പ്രശ്നമില്ല, ഇമ്പാക്റ്റ് ഇല്ലാത്തതാണ്. പക്ഷേ ഇവരങ്ങനെയല്ല. ഇവർ സംസാരിക്കുന്ന സമയത്ത് അതിന് വലിയ ഇമ്പാക്റ്റ് ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ BJP അവിടെ കാത്തിരിക്കുകയാണ് ചെയ്യുന്നത്, എന്താണ് രാഹുലിൻ്റെ വായിൽ നിന്ന് വീഴുന്നത് എന്ന് നോക്കി. ഇപ്പോൾ ഈ വിഷയത്തിലും വളരെ ശ്രദ്ധിച്ച് മാത്രമേ ഇനി കോൺഗ്രസിനും അതുപോലെ തന്നെ രാഹുലിനും പ്രിയങ്ക ഗാന്ധിക്കും ഒക്കെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇടപെടാൻ പറ്റുള്ളൂ. അവരും വളരെ ശ്രദ്ധിച്ച് എന്ത് ചെയ്യാൻ പാടുള്ളൂ, വാക്കുകൾ ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ. അവർ ക്ഷോഭിച്ചു പോയാൽ, ആ ക്ഷോഭത്തിൻ്റെ ഫലമായിട്ട് വൈകാരികമായിട്ടുള്ള വാക്കുകൾ പുറത്തേക്ക് വന്നാൽ ആ വാക്കുകൾ വീണ്ടും കോൺഗ്രസിനെതിരായിട്ട് ഉപയോഗിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ബി കെയർഫുൾ ആൻഡ് ബി കൂൾ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്.
അല്ലെങ്കിൽ ഒരു രക്ഷ ഉണ്ടാവില്ല അവർക്ക്. കേട്ടാ, ഇത് ഡൽഹി തെരഞ്ഞെടുപ്പിനെ ഇത്തരം BJPയുടെ വാക്കുകൾ ബാധിക്കാൻ സാധ്യതയുണ്ടോ? അല്ല, ഡൽഹി തെരഞ്ഞെടുപ്പിൽ നിന്നല്ല എല്ലാ സ്ഥലത്തും ഇത് ഉപയോഗിക്കപ്പെടും. അത് ഇപ്പോൾ ഈ ഒരു മാസം കൊണ്ടൊന്നുമല്ല, ഇനി അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് എല്ലാ സ്ഥലത്തും അടിക്കാൻ പോകുന്നത് ഇതാണ് കോൺഗ്രസ് എന്ന് പറഞ്ഞിട്ടാണ്. അതായത് കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ദളിത് വിരുദ്ധരാണ്. കോൺഗ്രസിൻ്റെ നേതൃത്വം എന്ന് പറഞ്ഞാൽ വരേണ്യ സ്വഭാവമുള്ളതാണ്. അവരെപ്പോഴും താഴേക്കിടയിലുള്ളതായിട്ടുള്ള മനുഷ്യനെ എപ്പോഴും ഉപദ്രവിച്ചുകൊണ്ടിരിക്കും. അതായത് OBC എന്ന് പറയുന്ന വലിയ വിഭാഗമാണ് ഇന്ത്യയിലെമ്പാടുമുള്ള. അവർക്കെതിരെ അവരുടെ ഇടയിൽ പോലും കോൺഗ്രസ്സിനെതിരെ ശക്തമായിട്ടുള്ള ഒരു ആയുധമായി, പൊളിറ്റിക്കൽ വെപ്പണായിട്ട് ഇത് മാറിത്തീരും എന്നുള്ളതാണ്. അതിൻ്റെ റിസൾട്ട് നമുക്ക് കാണും. അതിപ്പോൾ BJP ഈ എന്താണ് ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ്, ഡൽഹിയിൽ വേറൊരു ഗുണമുണ്ട്. കാരണം എന്ന് വെച്ചാൽ ആപ്പ് ഒരു വശത്ത്, കോൺഗ്രസ് വേറെ വശത്ത്, BJP വേറെ വശത്താണ്. അപ്പോൾ അതുകൊണ്ട് ഈ കോൺഗ്രസ്സിനെതിരെയായിട്ടുള്ള യുദ്ധം കൊണ്ട് അവിടെ വലിയ താല്പര്യം BJPക്ക് ഉണ്ടാകാൻ സാധ്യതയില്ല. അതുകൊണ്ട് ചിലപ്പോൾ അവിടെ വെറുതെ ഒന്ന് പറഞ്ഞു പോകാനേ സാധ്യതയുള്ളൂ. അതിൽ കൂടുതലായിട്ട് ഉപയോഗിക്കപ്പെടാനായിട്ടുള്ള സാധ്യതയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും.